ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. MK രാഘവൻ, തോമസ് ഐസക്, C രവീന്ദ്രനാഥ്, V മുരളീധരൻ, V വസീഫ, KS രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കാണ് ഇന്ന് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണന് പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് ഇന്ന് നടന്നത്. 3 സെറ്റ് പത്രികകളാണ് തോമസ് ഐസക് സമർപ്പിച്ചത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLA-മാരായ പ്രമോദ് നാരായണൻ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, മാത്യു T തോമസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലം BJP സ്ഥാനാർത്ഥി V മുരളീധരൻ പത്രികാ സമർപ്പണം നടത്തി. തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. V മുരളീധരനൊപ്പം BJPയിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചു. എറണാകുളം കളക്ടറേറ്റിൽ മന്ത്രി P രാജീവിനൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വളരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം വരണാധികാരി സ്നേഹിൽ കുമാർ സിംഗ് പത്രിക ഏറ്റുവാങ്ങി. 4 സെറ്റ് പത്രികയാണ് MK രാഘവൻ സമർപ്പിച്ചത്. UDF പ്രവർത്തകർ പ്രകടനമായി ആനയിച്ചാണ് കളക്ടറേറ്റിലേക്ക് MK രാഘവനുമായി എത്തിയത്. മലപ്പുറം LDF സ്ഥാനാർത്ഥി V വസീഫ് പത്രിക സമർപ്പിച്ചു. പ്രവർത്തകരോടൊപ്പം എത്തിയാണ് വസീഫ് പത്രിക സമർപ്പിച്ചത്. നാളെയും മറ്റന്നാളും പൊതു അവധിയായതിനാൽ ഇന്ന് പത്രിക സമർപ്പിച്ചില്ലെങ്കിൽ ഇനി ഏപ്രിൽ 2 മുതൽ 4 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാനാകുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.